ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 12ൻ്റെ CBSE ഫിസിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, 2 small conducting balls A and B of radius R1 and R2 have charges Q1 and Q2 respectively. They are connected by a wire. Obtain the expression for charges on A and B in equilibrium. അപ്പോൾ A and Bയുടെ ചാർജസ് ആണ്, ഇക്വിലിബ്രിയത്തിലുള്ള A and Bയുടെ ചാർജസ് ആണ് അതിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, 2 കണ്ടക്റ്റിംഗ് ബോൾസ് ഉണ്ട്. പേര് A and B എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് രണ്ടിനും R1 ആൻഡ് R2 എന്ന് പറയുന്ന റേഡിയസും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിന് Q1 ആൻഡ് Q2 എന്ന് പറയുന്ന ചാർജസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് ഈ ഒരു സ്പിയറിനെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും കണക്ട് ചെയ്യുന്നതിന് മുമ്പും ഈ ഒരു 2 ബോൾസിൻ്റെ അകത്തുള്ള ഈ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അതായത് Q total is equal to Q1 plus Q2 which is also equal to QA plus QB. അപ്പോൾ Q1 plus Q2 is equal to QA plus QB എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ചാർജസ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ 2 Q1 ആൻഡ് Q2 എന്ന് പറയുന്ന ചാർജസ് ഉള്ള R1 ആൻഡ് R2 എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഈ 2 കണ്ടക്റ്റിംഗ് ബോൾസും ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പും കണക്ട് ചെയ്ത് കഴിഞ്ഞും ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ ചാർജസ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ, ഈ 2 സ്പിയറിൻ്റെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഈക്വലായിട്ട് തന്നെ നിൽക്കും. കാരണം ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആഫ്റ്റർ കണക്ഷന് ശേഷം അവർ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നിൽക്കുന്നത്. സോ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വലായിരിക്കും. അതായത് VA is equal to VB എന്ന് പറയുന്ന കണ്ടീഷനായിരിക്കും വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ആ ഒരു കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ V is equal to KQ by R എന്നാണ്. അപ്പം K എന്ന് പറയുന്നത് കൂളംസ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. K എന്ന് പറയുന്നത് കൂളംസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മളതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൂളംസ് കോൺസ്റ്റൻ്റ് നമ്മൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് KQ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, Q എന്ന് പറയുന്ന ചാർജിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ തന്നിരിക്കുന്ന 2 ചാർജസിനെയും അതേപോലെ റേഡിയസിൻ്റെ Rൻ്റെ അവിടെ തന്നിരിക്കുന്ന 2 റേഡിയസിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ KQA by R1 is equal to KQB by R2 എന്ന് വരും. Kയും Kയും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് QA by R1 is equal to QB by R2 എന്നാണ്. അപ്പം നമുക്ക് QB മാത്രമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ R2 by R1 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം R1നെ, അതായത് R2നെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടോട്ടൽ ചാർജിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു Q1 plus Q2 വിച്ച് ഈസ് ഈക്വൽ ടു QA plus QB എന്നായിരുന്നു. ആ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ഈ കിട്ടിയ QBയുടെ ചാർജിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. QBയുടെ വാല്യൂ QA ഇൻറ്റു R2 by R1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളതിന് ആ ഒരു വാല്യൂ ഇട്ട് കൊടുത്തു. നമ്മളതിൻ്റെ റീസണും സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം QA കോമൺ ആണ്, നമ്മളതിനെ എന്ത് ചെയ്തു, ബ്രാക്കറ്റിന് വെളിയിലാക്കി. എന്നിട്ട് ബാക്കിയുള്ള രീതി ചെയ്തു. അതിനുശേഷം Q1 Q2 അതിനെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്തു, R1നെ എന്ത് ചെയ്തു, രണ്ടിടത്തും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എഴുതി. അതിനുശേഷം നമ്മൾ QA ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഈ ഒരു R1 plus R2 by R1നെ നമ്മൾ Q1 plus Q2ൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും.
അതിനുശേഷം നമ്മൾ ക്യൂബി എഴുതാൻ പോവുകയാണ്. ക്യൂബി എന്ന് പറയുന്നത് R2/R1 എന്നാണ് ഇൻറ്റു R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു Q1 പ്ലസ് Q2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. കാരണം QB എന്ന് പറയുന്നത് എന്താണ്? QA ഇൻറ്റു R2/R1 അല്ലേ. അപ്പം QAയുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു, കൂടെ R2/R1 ഇട്ട് കൊടുത്തു. പിന്നെ R1 ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇക്വേഷൻ കിട്ടും. സോ ഫൈനലി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ 2 ചാർജസും ഇക്വിലിബ്രിയത്തിലുള്ള 2 ചാർജസും നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കണ്ടുപിടിച്ചിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റ്ലി ലോങ് പാരലൽ കണ്ടക്റ്റിംഗ് A and B separated by 2 cm. A and B എന്ന് പറയുന്ന 2 പാരലൽ ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടേഴ്സിനെ 2 പേരും 2 സെൻറ്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള കറണ്ടാണ് 6Aയും 2Aയും. 2 പാരലൽ കണ്ടക്ടേഴ്സ് A and Bയിലുള്ള അതിൻ്റെ അത് രണ്ടിലും ക്യാരി ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 6 ആംപിയറും 2 ആംപിയറും ആണ്. അത് മാത്രമല്ല, അതെന്താണ്? ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എന്താണ്? ഈ കറണ്ട് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റെസ്പെക്റ്റീവ്ലി. അപ്പം ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് മിഡ് വേ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ വാല്യൂസ് എഴുതി. എയുടെ കറണ്ട് 6A, ബിയുടെ കറണ്ട് 2A, പിന്നെ ഡി എന്ന് പറയുന്നത് എന്താണ്? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്ററിലാണ്. അതിനെ മീറ്ററിലേക്കാക്കുമ്പോൾ 0.02 മീറ്റർ ആകും. അതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RA എന്ന് പറയുന്നത് RBക്ക് ഈക്വലാണ്. സോ R എന്ന് പറയുന്നത് D/2 ആണ്. അതായത് 0.02 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 0.01 മീറ്റർ ആകും. പിന്നെ μ0 പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിൻ്റെ വാല്യൂ 4×10⁻⁻⁷ ടെസ്ലയാണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് μ0I/2πr എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ്? ആദ്യം BA കണ്ടുപിടിക്കാം. ആദ്യത്തെ കണ്ടക്ടറിൻ്റെ കണ്ടുപിടിക്കാം. μ0IA/2πr ആകും. μ0യുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 4π × 10⁻⁷ ടെസ്ല. അതിനുശേഷം IA ആണ്. IA എന്ന് പറയുന്നത് 6 ആംപിയർ ആണ്. 6A ആണ്. അപ്പോൾ നമുക്ക് 6A എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു. ബൈ 2πr. 2π അതുപോലെ തന്നെ ഇട്ടു. R റേഡിയസ് ആണ്. നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യുക. അവസാനം നമുക്ക് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12×10⁻⁵ ടെസ്ലയാണ്. അതിനുശേഷം BB, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് കണ്ടക്ടർ, അത് നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂസ് ഇതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. അതിന് നമുക്കതും ചെയ്യാം. അങ്ങനെ നമുക്ക് 2 എണ്ണത്തിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ടോട്ടൽ നെറ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കറിയാമല്ലോ BA + BB ആണ്. അതായത് നമുക്ക് എന്താണ്? 12 × 10⁻⁵ ടെസ്ല പ്ലസ് 4 × 10⁻⁵ ടെസ്ല എന്ന് വെച്ചാൽ എന്താണ്? 16 × 10⁻⁻ ടെസ്ല. അതിനെ നമുക്ക് 1.6 × 10⁻⁻4 ടെസ്ല എന്നും എഴുതാം കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുക യൂണിറ്റ് പെർ ലെങ്ത്. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ബിയിലുള്ള ഫോഴ്സ്, അതായത് ലെങ്തിനനുസരിച്ച് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് അത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടർ എന്ന് പറയുമ്പം നമുക്ക് F/L എന്ന് എടുക്കാം. ഫോഴ്സ് പെർ ലെങ്ത് ആണല്ലോ. അതിനുശേഷം നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. μ0IA/IB / 2πd എന്നാണ് ഇക്വേഷനായിട്ട് വരുന്നത്.
അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂസ് എഴുതി കൊടുക്കാം. 10⁻⁻7 ഐയുടെ വാല്യൂ നമുക്ക് കിട്ടി. എന്താണ് 6a. ഐ എന്ന് പറയുന്നത് 6a ആണ്, ഐ ബി എന്ന് പറയുന്നത് 2a ആണ്. ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു എന്താണ് 0.02 ആണ്. അതിനുശേഷം ഇവരെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആൻസർ കിട്ടും. നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നതായിരിക്കും 12 × 10⁻⁻5 Newton per meter. ഈ വീഡിയോ മനസ്സിലായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.